ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്ലസ് ടുവിലേക്ക് കടക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് വൺ CBSE മക്കളെല്ലാവരും പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സ്റ്റേറ്റ് മക്കളെല്ലാവരും ബോർഡ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിവേ നമ്മളെല്ലാവരും ഉടനെ തന്നെ പ്ലസ് ടുവിലേക്ക് എൻ്റർ ചെയ്യും. സോ പ്ലസ് ടു എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് തന്നെയാണ് അല്ലേ? ശരിക്കും അതെ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് തന്നെയാണ്. സോ ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കരിയറെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രയോറിറ്റിയിലേക്ക് പോകേണ്ടത്. നമുക്കറിയാം പ്ലസ് വണ്ണിൽ യൂഷ്വലി നമ്മൾ എടുത്ത സ്ട്രീമിൽ, ഇപ്പോൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എടുത്ത സ്ട്രീമിൽ എല്ലാവരും എന്ത് ചെയ്യും, അതിലങ്ങ് പ്രിപ്പയർ ചെയ്ത് പോകും. പക്ഷേ പ്ലസ് ടു വരുമ്പോഴത്തേക്കിനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ്? പ്ലസ് ടുവിന് ശേഷം എൻട്രൻസ് എക്സാം എഴുതുക എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? അപ്പം നീറ്റ് JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ NITസിലും IITസിലും അല്ലെങ്കിൽ എയിംസ് ഇങ്ങനെയുള്ള കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും കോമ്പറ്റീഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം ഗ്യാപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വർഷം ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ വരുന്ന കുട്ടികളും കൂടെ നിങ്ങളോട് എന്ത് ചെയ്യും, കോമ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആവും. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ചാൻസ് തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എൻട്രൻസ് എക്സാമിനൊക്കെ പ്ലസ് ടു ടോപ്പിക്ക് മാത്രമല്ലല്ലോ, പ്ലസ് വൺ ടോപ്പിക്കും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പ്ലസ് വൺ ടോപ്പിക്ക് ഇപ്പോൾ മിസ്സായി കാണും. ഇപ്പോൾ നമ്മുടെ കിങ്സ് 11 ബാച്ചിൽ നിങ്ങളുള്ളവരുണ്ടായിരിക്കാം, അതിലില്ലാത്തവരുണ്ടായിരിക്കാം. സോ അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പ്ലസ് വൺ ഉഴപ്പി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മിസ്സായെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. ഇതിനെല്ലാം വേണ്ടിയുള്ളൊരു കിടിലൻ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, നീറ്റ് JEE നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സൈല നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലൂടെ. അപ്പോൾ സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബാച്ചിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ മോക്ക് എക്സാംസുകൾ, ഇഷ്ടംപോലെ എക്സാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എക്സാം എന്ന് പറഞ്ഞാൽ വെറുതെ എക്സാം അല്ല, ആക്ച്വൽ എൻട്രൻസ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ചെയ്യാനായിട്ട് നമ്മൾ തരുന്നത്. സോ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് ടുവിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ വളരെ തറവാക്കി എൻട്രൻസ് ഓറിയൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പ്ലസ് വൺ ടോപ്പിക് എന്ത് ചെയ്യും എന്നൊരു ആലോചന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. സോ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകൾ എന്തായാലും നമ്മളിപ്പോൾ മാർച്ച്, ഇപ്പോൾ CBSE കുട്ടികൾക്ക് മാർച്ച് ഒരു 8-ഓടുകൂടി നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ദെൻ സ്റ്റേറ്റിന് അതിന് ശേഷമായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ ബോർഡ് എക്സാമിന് ശേഷം. ദെൻ ഇപ്പോൾ നമ്മുടെ പ്ലസ് ടു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പാരലലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്ലസ് വണ്ണിലെ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, റിവിഷനും അതേ മാസം തന്നെ തരുന്നതായിരിക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ 3 സബ്ജക്റ്റിൻ്റെയും റിവിഷന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നീറ്റുകാർക്കാണെങ്കിൽ ബയോളജി എന്നുള്ള രീതിയിൽ നമ്മൾ റിവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒരുപോലെ എന്ത് ചെയ്യാം, ഈ വർഷം ഒരു ബർഡനും ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നമ്മുടെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഡെയിലി കണ്ട് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ചാൻസ് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ നമ്മുടെ ബാച്ചുകളെല്ലാം ലൈവായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ EduFest ഓഫർ പ്രകാരം നിങ്ങൾക്ക് കോഴ്സ് ഫീയുടെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ബാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് XNJ10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീയുടെ 10% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.